രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ചിഹ്നമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചിഹ്നമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പൈനാപ്പിളാണ് എൻ്റെ ചിഹ്നം. ദയവായി ഈ വാർഡിലെ നല്ലവരായ എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ കക്കടുമൺ നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും വലിയ മാറ്റമൊന്നും ഉണ്ടായതായി ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ 40 വർഷക്കാലമായി ഈ കക്കടുമണ്ണിന്റെ കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാനും കളിച്ചു വളർന്ന കോർട്ടാണിത്. ഈ കോർട്ട് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽ പരിധിയിലുള്ള സ്ഥലമാണ്. അത് പതിച്ചു കൊടുക്കാമെന്ന് ഞാനിപ്പോ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയാൽ വെറും കബളിപ്പിക്കലാണെന്ന് ഞാൻ നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ഓരോ സമയത്തും ജയിച്ചു വന്നവരും മത്സരിച്ചവരും ഒക്കെ ഈ ദേശത്തെ കള്ളവും കുറളയും പറഞ്ഞ് ഓരോ അഭിവൃദ്ധി നടക്കേണ്ട സമയത്ത് നടത്താതെ ഒഴിഞ്ഞു മാറിയവരൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു കോർട്ട് ഞാൻ ജയിച്ചാൽ ഉടനെ അനുവദിച്ചു തരുമെന്ന്. ഇത് എവിടുത്തെ ന്യായമാ? കേന്ദ്ര സർക്കാർ നമ്മുടെ പോക്കറ്റിലിരിക്കുന്നവരാണോ? അല്ല. അവരുടെ നിയമസംഹിതകൾക്ക് അനുസൃതമായി മാത്രമേ എന്തൊരു നീതിയൂടെ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ കുടിവെള്ള ക്ഷാമ പരിഹാരമാണ്. ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനായിട്ട് കാലാകാലങ്ങളിൽ ഇവിടുത്തെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്തവരൊക്കെ ചെയ്തു തരേണ്ട സഹായം ഇന്നും നാട്ടിൽ നീളത്തള്ളി പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ മാറേണ്ടായോ? ഈ അവസ്ഥ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായമുള്ള അമ്മമാർ തന്നെ താമസിക്കുന്ന മലപ്രദേശങ്ങളിൽ ഈ വെള്ളം ഇന്നും ജാറിനകത്ത് പിടിച്ചുകൊണ്ട് എടുക്കാൻ വയ്യാത്ത ആള് വലിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ. ഓരോ വീട്ടിലും പുഞ്ചിരിമുക്കിന് മലകളിലൊക്കെ ചെല്ലുമ്പോ വയ്യാത്ത അമ്മമാര് ചുമ്മുന്നത് ഇന്നും ഞാൻ കണ്ടിട്ട് വന്നതാണ്. ഇത് വേദനാജനകമായ കാര്യമാണ്. മൈക്ക് കിട്ടുമ്പോൾ നമ്മൾ പറയുന്നതൊക്കെ നാളെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് മാത്രം പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഈ മത്സരമൊക്കെ നടന്ന് നാളെ വിജയിച്ചു വരുന്നവരാരായാലും ഈ ദേശത്തെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല നേട്ടങ്ങൾ പഞ്ചായത്തിലൂടെ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് നടത്തിക്കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഈ വാർഡിൽ എനിക്ക് നിങ്ങളോടും നിങ്ങൾ എന്നോടുമുള്ള ബന്ധം എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം. എന്നെ പുതുമുഖമായിട്ട് ആരുടെ അടുത്ത് ഞാൻ പരിചയപ്പെടാൻ